അശ്വിൻ, ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കൂടി കഴിഞ്ഞായിരിക്കും പ്രതിയെ കൊണ്ടുവരിക. അശ്വിൻ പറഞ്ഞതുപോലെ അശ്വിൻ, പക്ഷേ ഈ പ്രതി നൽകിയിരിക്കുന്ന മൊഴി അത് പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണോ? അതിൽ ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കുക എന്നതായിരിക്കുമല്ലോ തെളിവെടുപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിനോട് പ്രതി സമ്മതിച്ചിട്ടുള്ളത്? അതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായും ഇന്നലെ രണ്ട് തരത്തിലാണ് ഈ പ്രതി പ്രധാനമായും മൊഴി നൽകിയത്. അതിൽ ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ കുട്ടി തന്നെ അസഭ്യം വിളിച്ചു എന്നും അതിൻ്റെ പേരിൽ ഉണ്ടായ തർക്കത്തിനിടെ കുട്ടിയെ ഈ കുളത്തിലേക്ക് തള്ളിയിട്ടു എന്നുള്ളതായിരുന്നു ഈ ജോജോ ആദ്യം പോലീസിന് നൽകിയ മൊഴി. അത് തീർത്തും പോലീസ് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ജോജോയുടെ ആ മൊഴി ഒട്ടും വിശ്വാസത്തിലെടുത്തിരുന്നില്ല. പിന്നീടാണ് ഇതിനിടെയാണ് ഈ വീട്ടിൽ നിന്ന് ഈ ജോജോ വീടിന് മുന്നിൽ ഈ കുട്ടിയുടെ തന്നെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ ജോജോയ്ക്ക് പിന്നാലെ ഈ കുട്ടി ഓടിപ്പോകുന്നൊരു ദൃശ്യം CCTV ദൃശ്യം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതോടുകൂടി ഇതിൽ ജോജോയ്ക്ക് മറ്റ് കൃത്യമായൊരു പങ്കുണ്ട് എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് പോകുന്നു. പിന്നീട് ഈ ദൃശ്യങ്ങളടക്കം ജോജോയെ കാണിച്ചുകൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലാണ് നടത്തിയത്. അതിൽ ജോജോയ്ക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. പിന്നീട് സത്യങ്ങൾ ഓരോന്നായി ജോജോ പുറത്തു പറയുകയായിരുന്നു. അതിനിടെയാണ് ഈ ഒരു ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ജോജോ തുറന്നു പറയുന്നത്. പോലീസിന് പോലും ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതായിരുന്നു ഇന്നലെ തൃശ്ശൂർ റൂറൽ SP അടക്കം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ പറയുന്നത്. കാരണം കേവലം 6 വയസ്സുള്ള കുട്ടിയാണ്. 3 മക്കളാണ് ഇവർക്കുള്ളത്. അതിൽ 2 പേർ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ 6 വയസ്സുള്ള കുട്ടിയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു. അതിൽ ഇവൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. അവിടെ അലറിക്കരയുന്നു. അലറിക്കരഞ്ഞാൽ പോലും അടുത്തൊന്നും ആർക്കും കേൾക്കാൻ കഴിയുന്നൊരു പ്രദേശമല്ല. അത് അത്രത്തോളം ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ്. വലിയൊരു ജാതിത്തോട്ടം, ആ ജാതിത്തോട്ടത്തിനൊത്ത നടുക്കായി പണ്ട് കൃഷിയൊക്കെ ചെയ്തിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഏറെ വർഷങ്ങളെ അവിടെ കൃഷിയില്ല. അതുകൊണ്ട് തന്നെ അതൊരു കുളമായി മാറി. അവിടെ വെള്ളമൊക്കെ നിറഞ്ഞ വെള്ളത്തിൽ നിറയെ മാലിന്യമുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് ഈ കുട്ടിയെ തള്ളിയിടുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഈ കുട്ടിയെ കഴുത്തിൽ ചവിട്ടി താഴേക്ക് ചതുപ്പിലേക്ക് ഈ ചെളി നിറഞ്ഞ വെള്ളത്തിലേക്ക് കഴുത്തിൽ ചവിട്ടി പിടിക്കുന്നു. എത്രത്തോളം ഒരു ദാരുണമായ മരണമാണ് എന്ന് കൂടി ഓർക്കേണ്ടതാണ്. അങ്ങനെ അവിടെ ചവിട്ടി ഈ കുട്ടിയുടെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് ജോജോ അവിടെ നിന്ന് പോകുന്നത്. കയ്യിലും കാലിലുമൊക്കെ ഉണ്ടായിരുന്ന ചെളിയെല്ലാം കഴുകി ഈ ജാതി തോട്ടത്തിൻ്റെ ഉള്ള ഒരു ഉയർന്ന മരത്തിൽ ഈ ജോജോ കയറിയിരിക്കുകയായിരുന്നു. നമ്മളോട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വിവരങ്ങളാണിത്. അദ്ദേഹം അതിനുശേഷം അവിടെ നിന്ന് മറ്റൊരു പെൺകുട്ടി ആ വഴിയിലൂടെ പോകുമ്പോൾ ഈ ജോജോ മുകളിൽ ഇരിക്കുന്നത് കാണുന്നു. ജോജോയുടെ പെൺകുട്ടി ചോദിക്കുന്നുമുണ്ട് എന്താണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ജോജോ പുറത്തേക്ക് വരുന്നത്. അതിനിടെ ഈ കുട്ടിയെ കാണാതായതിൻ്റെ ഭാഗമായി നാട്ടുകാർ അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ഒന്നും അറിയാത്ത ഒരാളെ പോലെ ജോജോ ഈ തെരച്ചിലിൻ്റെ ഭാഗമാവുന്നതൊക്കെ നാട്ടുകാർ ഇന്നലെ കണ്ടതുമാണ്. അതിനിടെ ജോജോയുടെ ഈ പോലീസിനോട് പറയുന്ന ചില കാര്യങ്ങൾ അവിടെ നോക്കൂ, അങ്ങനെയല്ല, ഒരുപക്ഷെ അവിടെ താന്നു പോയിട്ടുണ്ടാകാം എന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ പോലീസിനോട് ജോജോ നൽകുന്നുണ്ടായിരുന്നു. ഇതിലൊക്കെ പോലീസ് സ്വാഭാവികമായും സംശയം പ്രകടിപ്പിച്ചു. ഒപ്പം ജോജോയുടെ മുൻകാല ചരിത്രമൊക്കെ അറിയാവുന്ന നാട്ടുകാരും ഈ പോലീസിനോട് ജോജോയെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണം എന്നൊരു ആവശ്യവും പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഈ വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി ജോജോയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ ജോജോ പതറിപ്പോകുന്ന കാഴ്ച പോലീസ് കണ്ടു. അതിൽ നിന്നും ഇതിൽ കൃത്യമായ പങ്ക് ഇയാൾക്കുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയത്. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ ഓരോ കാര്യങ്ങളായി പുറത്തു വരികയായിരുന്നു. എന്തായാലും വളരെ നടുക്കുന്ന ദൃശ്യങ്ങളാണ്. നമ്മൾ ഇന്ന് രാവിലെ കണ്ട വളരെ ദയനീയമായൊരു കാഴ്ച കൂടിയുണ്ട്. ഈ കുട്ടിയുടെ അച്ഛൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അബുദാബിയിൽ നിന്നും നാട്ടിലെത്തി അവധി കഴിഞ്ഞ് മടങ്ങിയത്. കുടുംബമൊക്കെ സന്തോഷം പങ്കിട്ട് പോയ വ്യക്തിയാണ്. കൃത്യം ഒരാഴ്ചയ്ക്കിപ്പുറം മകൻ്റെ മരണവാർത്ത കേട്ട് അച്ഛൻ ഇന്ന് തിരികെ വന്നിരുന്നു. ആദ്യം വന്നത് ഈ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അതിനുശേഷം ആശുപത്രിയിൽ പോയി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുന്നതിന് മുൻപ്. ശരി അശ്വിൻ, ഏതായാലും 10-15 മിനിറ്റ് കഴിയും. ഇനി ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോഴായിരിക്കും പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരിക. തൃശൂർ മാളയിൽ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുമായി പോലീസ് ഉടൻ തെളിവെടുപ്പ് നടത്തും. ലൈംഗിക ഉപദ്രവം ചെറുത്തതിന്റെ വൈരാഗ്യത്തിലാണ് കുട്ടിയെ കുളത്തിൽ മുക്കിക്കൊന്നതെന്നാണ് അയൽവാസിയായ പ്രതി ജോജോയുടെ മൊഴി വന്നിരിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു.